വളമായിട്ട് ഉപയോഗിക്കുക, പശുവിന് കൊടുക്കാം അല്ലേ? ഇത് ആമ്പലാണ് അല്ലേ? താമരയല്ല, ആമ്പൽ അല്ലേ? സാർ ഈ ഫീൽഡിൽ എത്ര വർഷങ്ങളായി പുനർജനിൻ്റെ ഇതിലേക്ക്? 12 വർഷം. നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. ഭക്ഷ്യരഹിതമായിട്ടുള്ള ഫുഡുകളാണ്. 5 വെള്ളം ഒഴിവാക്കിയിട്ടുള്ള പ്രൊഡക്റ്റ്, 5 വൈറ്റ് ഒഴിവാക്കിയിട്ടുള്ള പ്രൊഡക്റ്റ്, 5 വൈറ്റ് വെള്ളാണ്. അതൊന്ന് മൈദ, പഞ്ചസാര. മൈദ ഒരു വൈറ്റ് പോയ്സൺ ആണ്. വൈറ്റ് പോയ്സൺ. മൈദേനെ എന്താ പറയാ? ശരിക്കും മൈദയൊക്കെ ബ്രിട്ടീഷുകാർ മറ്റേ പട്ടാളക്കാർക്കോ ആർക്കോ കൊടുക്കാനുള്ള ഒരു സാധനം. പിന്നെ ഒരു പശ തന്നെയാണ്. പിന്നെ പഞ്ചസാര, മൈദ, 2 പ്രോഡക്റ്റ് വൈറ്റ്. പിന്നൊന്ന് നമ്മളെ പോളിഷ് ചെയ്ത അരി, തവിടുള്ള അരി ഉപയോഗിക്കുന്നു. മറ്റ് വെളുപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോകും, അതിൻ്റെ ആ ഒരു തവിടൊക്കെ പോകുമല്ലോ, ആ പ്രോട്ടീൻ. പിന്നെ നമ്മൾ സാൾട്ട്, നമ്മൾ ഇന്ദുപ്പ് ഉപയോഗിക്കുന്നു. സോൾട്ടിന് ഒരു പോയ്സൺ തന്നെയാണ്. നമ്മൾ റോക്ക് സാൾട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, പിങ്ക് സാൾട്ട്. അതെ അതെ, അതൊന്ന്. പിന്നെ നമ്മൾ നാടൻ പശുവിൻ്റെ പാലാണ്. പാലൊരു പ്രധാന പ്രശ്നമാണ്. പാല് പല കെമിക്കൽസ് പാക്കറ്റിലൊക്കെ വരുമ്പോൾ ആ പാക്കറ്റിന്റെ ഒരു ഇതുണ്ട്. പശു തന്നെ വ്യത്യാസമുണ്ട്. A1 മിൽക്ക്, A2 മിൽക്ക് പറഞ്ഞിട്ട് ഇതുണ്ട്. അതിൽ A2 മിൽക്കാണ് നമ്മുടെ ദേഹത്തിന് പറ്റിയത്. അതായത് ഈ പശു ഒരു കൂനുള്ള ടൈപ്പുള്ള പശുണ്ട്, നാടൻ പശു. അത് നമ്മുടെ ഇന്ത്യൻ വെറൈറ്റിയാണ്. അതെ അതെ, അത് ഇന്ത്യയും പാകിസ്ഥാനിലും മാത്രം ഈ ടൈപ്പ് പശുക്കളുള്ളൂ. സിന്ധ് പക്ഷെ പാകിസ്ഥാൻകാർ ഏറ്റെടുത്തില്ലേ? ശരിക്കും ഇന്ത്യയിൽ ആവേണ്ടതായിരുന്നു സിന്ധ് അല്ലേ? ബ്രഹ്മ കൗ എന്ന് പറയും. അതിന്റെ ഒറിജിൻ സിന്ധാണല്ലേ? സിന്ധ് അല്ലാണ്ട് സിന്ധ് നമ്മളിവിടെ ബലൂചിസ്ഥാനും ശരിക്കും ഇന്ത്യയിലാവേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ ഇവിടെയുള്ള ഇത് വെച്ചൂർ പശു, വൈക്കത്തുള്ള വെച്ചൂർ പശു, തമിഴ്നാട്ടിലെ കുമ്പലാശ്ശേരി, കാങ്കയം. പിന്നെ കാങ്കയം ഇതിന് ഔഷധ ഗുണമുള്ളതായിട്ട് പറയുന്നത്. ഗീർ, താർപാക്കർ, ഗുജറാത്തിലെ ഗീർ, താർപാക്കർ, ഓങ്കോള്, ഇതൊക്കെ ഇൻഡോജീനിയസ് ബ്രീഡാണ്. പക്ഷേ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഇതിനൊക്കെ ഹൈബ്രിഡ് ആക്കി. അതിൽ അവരൊക്കെ ഇതിനെ കൊണ്ടുപോയി. അതിന്റെ അവരുടെ പശുക്കളെ നമ്മുടെ തലയിൽ കൈ വെച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സാധനങ്ങളും കൊണ്ടുപോയിട്ടുണ്ട്, ഇന്ത്യൻ ബ്രീഡുകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. നല്ല ബ്രീഡിനെ മുഴുവൻ കൊണ്ടുപോയി. പശു തന്നെ 50 ലിറ്ററിന് മുകളിൽ കറക്കണ പശുക്കളുണ്ടായിരുന്നു. അതിനൊക്കെ കൊണ്ടുപോയില്ല അവര്. അത്രയും നല്ല പശുക്കളെ കൊണ്ടുപോയിട്ട് ഹോഴ്സ് വെറൈറ്റീസും കൊണ്ടുപോയതായിട്ട് പറയുന്നുണ്ട്. കുതിരകളുടെ വെറൈറ്റീസ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് കടത്തിയതായിട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരുടെ ഒന്നിനും കൊള്ളാത്ത ഐറ്റംസുകൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. പശുക്കളിലും നമ്മൾ അങ്ങനെയുള്ള കൊണ്ടുപോകും. അതുപോലെ കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് അവിടുത്തെ ഒറിജിനൽ മരങ്ങളൊക്കെ പോയിട്ട് പിന്നെ അവിടെ തേയിലയും മറ്റേ ഇതൊക്കെ ഏകവിള തോട്ടങ്ങളായ തേക്ക് ഇതൊക്കെ ബ്രിട്ടീഷുകാർ ഇവിടെ പ്ലാൻ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല വേദങ്ങള്, പിന്നെ നമ്മുടെ ഇന്ത്യത്തെ കൾച്ചറുകളെല്ലാം അവര് തകർത്തു. ആയുർവേദവും തകർത്തു എന്നാ പറഞ്ഞു. ഇപ്പൊ വീണ്ടുമാണ് ആയുർവേദം വരുന്നത്. ആയുർവേദത്തിന്റെ പ്രധാന പ്രശ്നം ഈ ഗീ ആണ്. നാടൻ പശുവിന്റെ ഗീ മാത്രമേ ബ്രെയിനിലേക്ക് പോകും. അപ്പം നമ്മൾ ആയുർവേദ മരുന്നിൽ ഗീ ചേർത്തുമ്പോൾ ഇപ്പൊ മറ്റേ പശുക്കളുടെ ഗീ എടുത്ത് യൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക, അതിന്റെ പവറില്ല. അത് പശു തന്നെയാണോ അതോ ഇനി ബീഫിന്റെ ഒക്കെ നെയ്കളൊക്കെ ചേർത്ത് ആർട്ടിഫിഷ്യൽ ആയിട്ടൊക്കെ, പിന്നെ തിമിംഗലത്തിന്റെ ബ്ലബ്ബറിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഇതൊക്കെ ചേർത്തിക്കൊണ്ടല്ലേ? അപ്പൊ അതിന്റെയും കുറെ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് ആയുർവേദം ഡൗൺ ആയത്. ഈ ആയുർവേദം അലോപ്പതിയേക്കാളും ഭയങ്കരമായിട്ട് അല്ല, ആയുർവേദം അല്ലെങ്കിൽ ഇന്ത്യയിൽ പലതരം ട്രീറ്റ്മെന്റ് സിസ്റ്റങ്ങൾ ഉണ്ടായിരുന്നു, പലതരം ബുക്സുകളുണ്ട്. അവർ പറയുന്ന ഇന്ത്യത്തെ ഒരു ഷെൽഫ് ബുക്സുകൾ അതിനേക്കാളും ബ്രിട്ടീഷുകാരുടെ ഒരു ബുക്കാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് എല്ലാം തന്നെ തകർത്തു. പിന്നെ ഓറിയന്റൽ ലോക്മാന്, മാക്മില്യൻ, ഇതൊക്കെ ബ്രിട്ടീഷ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രസ്സുകൾ ഇതൊക്കെ ഇവിടെ ഇന്ത്യയിൽ വരികയും അവരുടെ പ്രസിദ്ധീകരണങ്ങൾ ഇവിടെ ആക്കുകയും ചെയ്തു. അതുപോലെ മെഡിസിൻ നോക്കുകയാണെന്ന് വെച്ചാൽ ഗ്ലാക്സോ, അതൊക്കെ ഒരു ഫോറിൻ കമ്പനിയല്ലേ, അതൊക്കെ വന്നു. പിന്നെ പേസ്റ്റ് ഒക്കെ വെച്ചാൽ പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ, അതുപോലത്തെ സാധനങ്ങൾ. ഹിന്ദുസ്ഥാൻ ലിവർ ഇന്ത്യയിൽ, പക്ഷേ അവർ യൂണിലിവറാണ്. പാകിസ്ഥാൻ ചെന്ന പാക് ലിവർ അങ്ങനെയൊക്കെ ആയി. അപ്പോൾ അതുപോലത്തെ ബഹുരാഷ്ട്ര കമ്പനികൾ കുറേയൊക്കെ ഇന്ത്യവൽക്കരിച്ച് ഇവിടെ വന്നു. നമ്മളൊരു വേറെ കോൺസെപ്റ്റ് പറഞ്ഞാൽ പിന്നെ അശോക് ലൈലൻഡിൻ്റെ ലണ്ടൻ, അതിൽ ബുള്ളറ്റ്, അശോക് ലൈലൻഡ് ഇതൊക്കെ ഒരു റോയൽ കമ്പനിയാണ്, ലണ്ടൻകാരാണല്ലേ. നമ്മളൊരു ഈ ഇൻഡിജിനസ് കൗ ബേസ്ഡ് ഗ്രാമവികാസം എന്നുള്ളതാണ്. ഒരു നാടൻ പശു ഉണ്ടെങ്കിൽ ഒരു ഗ്രാമം വികസിപ്പിച്ചെടുക്കാമെന്നുള്ള കോൺസെപ്റ്റ്. ആ പശുവിൻ്റെ ഇതിൻ്റെ നമ്മൾ ചാണകത്തിന് ഭസ്മമാക്കുന്നു, പൽപ്പൊടി, നമ്മൾ രാവിലെ വേണ്ട ഡെയിലി റൊട്ടീൻ വേണ്ട പൽപ്പൊടി ഉണ്ടാക്കാം, സോപ്പ് ഉണ്ടാക്കാം, പാലായി, തൈരായി, നെയ്യായി. ഇതൊന്നും തന്നെ നമുക്ക്
ഇതിന്റെ വളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. അതെ അതെ. അപ്പോൾ നമ്മൾ ഒരു പശു ഉണ്ണി 30 ഏക്കർ ചെയ്യാം. അപ്പോൾ കാർഷിക മേഖലയിലുള്ള മരുന്നുകളും സൈനാമേഡ്, സിപ്ലോ, റോഷ് ഇതൊക്കെ ഫോറിൻ കമ്പനിയാണ്. അപ്പോൾ അവരുടെ പ്രൊഡക്ട്സുകൾ ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അല്ലേ? സൈനാമേഡ്, ബെയർ ഇതൊക്കെ ഒരു ഫോറിൻ കമ്പനിയല്ലേ? അവരൊക്കെ ഇന്ത്യയിൽ വന്ന് ഈ മരുന്നുകൾ വിദേശത്ത് ഈവൻ ബാറ്ററിയുടെ യൂണിയൻ കാർബൈഡ് ഉണ്ടാക്കിയ ഒരു കമ്പനി ഫോറിൻ കമ്പനിയല്ലേ? അവരിപ്പോഴും നഷ്ടപരിഹാരങ്ങൾ കൊടുത്തിട്ടില്ല. അവരും പ്രൊഡക്ട്സ് നശിപ്പിച്ചു. അപ്പൊ ഇതൊന്നും നമുക്ക് ഒന്നും ഇപ്പൊ ഒരു കൃഷിക്കാരനെ നശിപ്പിച്ചത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അതൊക്കെ പുനർജനിക്കാത്ത മാതിരിയാണ് അല്ലേ? അപ്പൊ സാർക്ക് കുറെ ഒരു ശ്രമം നടത്തുന്നുണ്ട് പുനർജനിച്ച് ഇന്ത്യൻ കൾച്ചറും ഇന്ത്യൻ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ മാറാൻ അല്ലേ? അതാണ് ഈ പുനർജനി എന്നുള്ള കൺസെപ്റ്റ് എല്ലാം പുനർജനിക്കാനായിട്ട് ബ്രിട്ടീഷുകാരൊക്കെ നശിപ്പിച്ചു പോയത് അല്ലേ ശരിക്കും? അപ്പോൾ ശരി, താങ്ക്സ്.